ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ നമ. ഓം വ്യാം വേദവ്യാസായ നമ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ. ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധവോ. ശരീരം നർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ബാലരവിദ്യുതിമിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം വീതിഹരാം പ്രഭജേത ഭുവനേശിയോ. അരുണകിരണജാലേ രഞ്ജിത സാവകാശ വിധൃത ജപവടീക പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാര സംസ്ഥ നിവസതു ഹൃദി ബാല നിത്യകല്യാണശീലാമീ. ജാലാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഭീതേർ ഭദ്രകാളി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമഃ ചണ്ഡികായൈ നമോ. ഓം നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഓം നമഃ ശിവായ നമോ. ഓം നമഃ ശിവായ ശിവായൈ നമോ. ഓം നമഃ ശിവായ ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം. കപിലാവതാരത്തിന് മുൻപ് വരാഹാവതാരം വായിച്ച് സമർപ്പിച്ചപ്പോഴും വരാഹത്തെ യജ്ഞസൂകരം എന്നാണ് വിശേഷിപ്പിച്ച്. യജ്ഞസൂകരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടിയിട്ടുള്ള പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള യജ്ഞത്തിന് യാഗത്തിന് ഒക്കെ കാരണഭൂതമായിട്ടുള്ള ഈശ്വര അവതാരമായിട്ടാണ് യജ്ഞസൂകരം. അദ്ദേഹത്തെ ഗുരുവായിട്ട് തന്നെയാണ് ഭാഗവതം വിശേഷിപ്പിച്ചത്. എല്ലാ തരത്തിലും ഗുരുക്കന്മാരുടെ ഒരു പരമ്പരയാണ് ഭാഗവതം. പാരമഹംസ്യ സംഹിത എന്നെല്ലാം പറയുമ്പോഴും പരമഹംസന്മാർ ഗുരുക്കന്മാരായിട്ട് വന്ന് ഈ പ്രപഞ്ചത്തിൽ ഉപദേശം നൽകിപ്പോയവരാണ്. ഇവിടെ കപിലവാസുദേവനും അത്തരത്തിൽ തന്നെ ഒരു ഗുരുവായിട്ട് അമ്മയ്ക്ക് ഉപദേശം നൽകുന്നു എന്നുള്ളത് രണ്ട് തട്ടിൽ ചിന്തിക്കാതെ സാക്ഷാൽ ഈശ്വരൻ ഗുരുവായിട്ട് അവതരിച്ചുകൊണ്ട് ജീവനെ മുമുക്ഷുവായി മാറുന്ന ഒരു ജീവന് മോക്ഷം പ്രാപിക്കാൻ ഉതകുന്ന ഉപദേശങ്ങൾ നൽകുന്ന ഒരു ഗുരുവാണ്. അപ്പോൾ എല്ലാ തരത്തിലും കപിലവാസുദേവനെ പരമഹംസനായിട്ട് കണ്ട് അപ്പോൾ പരമാത്മാവായിട്ട് കണ്ട്, അതായത് ഈശ്വരൻ തന്നെ എന്നുള്ള ബോധ്യത്തോടുകൂടി ആ ഈശ്വരൻ വന്നത് ഉപദേശിക്കാൻ, അതായത് ഏതൊരു മാർഗം അവലംബിച്ചാൽ ജീവന് രക്ഷപ്പെടാം, പ്രപഞ്ചത്തിലേക്ക് ഇവിടെ എല്ലാ തരത്തിലും കെട്ടുപെട്ട് കിടക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടാനുള്ളൊരു ഉപദേശമാണ് സർവത്ര ഗുരുക്കന്മാർ നൽകുന്ന മുഴുവൻ. ഭാഗവത്തിൽ അനവധി ഗുരുക്കന്മാരെ നാം കാണുന്നുണ്ട്. സാധാരണ ഒരു ഗീത പോലെയല്ല, അനവധി ഗീതകൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഭഗവാൻ തന്നെ ഉദ്ധവഗീത ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഈ ഭഗവാൻ തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധ മധ്യത്തിൽ വെച്ച് മധ്യമപാണ്ഡവനായ അർജുനന് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. അദ്ദേഹം വാസ്തവത്തിൽ നല്ല രീതിയിൽ തൻ്റെ കൂടെ വരുന്നവരെ ഉപദേശിച്ച് ഏതാണ് യഥാർത്ഥമായിട്ടുള്ള മാർഗം, ഏത് മാർഗം അവലംബിച്ചാൽ നമുക്ക് പിന്നെ ജനിക്കാതിരിക്കാം, അത്തരത്തിലുള്ള മോക്ഷപദവി അലങ്കരിക്കാനുള്ള മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അതാണ് ഗുരുക്കന്മാരുടെ രീതി. ഇനി 24 ഗുരുക്കന്മാരെ പറ്റി ദത്താത്രേയം പറയുമ്പോഴും അവിടെയും ആ ഗുരുവിൻ്റെ സാന്നിധ്യം നിസ്സാരമല്ല. അപ്പോൾ എല്ലാ തരത്തിലൊരു ഗുരുപരമ്പര നമ്മൾ ഭാഗവത്തിൽ കാണുന്നുണ്ട്. വക്താവായിട്ടും ശ്രോതാവായിട്ടും കാണുന്നത് ഒരു ഗുരുപരമ്പരയാണ്. ആ ഗുരുപരമ്പരയിൽപ്പെട്ടിട്ട് നാം ഇപ്പോൾ കപിലൻ്റേതായിട്ടുള്ള അവതാരം വായിച്ചു. മേൽപ്പത്തോട് നാരായണ ഭട്ടേരിപ്പാട് ഏറ്റവും ശ്രേഷ്ഠമതിയായിരിക്കുന്ന എഴുത്തച്ഛൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മത്സ്യം തൊട്ടുകൂട്ടാനായി ഗുരുവായൂർ വന്നിരുന്നതും
ഗുരുവായൂരപ്പനെ ഉപാസിച്ചുകൊണ്ട് നിത്യം ചിത്തസ്ഥിതമേ എന്ന് ഒടുവിൽ പറഞ്ഞുകൊണ്ട് തൻ്റേതായിട്ടുള്ള ആ ജീവിതം ധന്യമാക്കിയത് അതിസുന്ദരമായിരിക്കുന്ന പദാവലികൾ കൊണ്ട് കൊരുത്ത അനവധി ശ്ലോകങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരിക്കുന്ന നാരായണീയൻ രചിച്ച് ഭഗവാന്റെ ആ തൃപാദങ്ങളിൽ സമർപ്പിച്ചതെന്ന് നമുക്കറിയാം. കപിലഗീത എന്ന് പറയുന്ന ബൃഹത്തായിരിക്കുന്ന ഭാഗവത്തിൻ്റെ ഭാഗം അനവധി അധ്യായങ്ങളിലൂടെ കടന്നുപോയി നമ്മൾ പഠിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന ബുദ്ധിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടേരിപ്പാടിൻ്റെ ശക്തമായിരിക്കുന്ന സംഗ്രഹശേഷി, അതൊരു അനുഗ്രഹശേഷി തന്നെയാണ്. അപ്പോൾ ഈ സംഗ്രഹിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ നിസ്സാരമല്ല. ബൃഹത്തായിരിക്കുന്ന ഭാഗങ്ങളെയെല്ലാം തന്നെ ചുരുക്കിക്കൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ച ആ കപിലഗീത നമുക്ക് ഇന്ന് ആമുഖമായിട്ട് ഒരു മുഖവുരയായിട്ട്, അല്ലെങ്കിൽ ഭാഗവത്തിൻ്റെ കപിലഗീത, ഭാഗവത്തിൽ നമ്മൾ കാണുന്ന കപിലോപദേശം, അതിനൊരു മുഖവുരയായിട്ടൊരു തുടക്കം കുറിക്കുന്നതിനായിട്ട് നോക്കാം. അത് നോക്കിക്കൊണ്ട് നമുക്ക് ബൃഹത്തായിരിക്കുന്ന ഒരു അധ്യായങ്ങളെയും അടുത്ത ദിവസം നമുക്ക് അതിനെപ്പറ്റി ഒരു പര്യാലോചന നടത്തുകയുമാകാം. ഏതായാലും ഇദ്ദേഹം തുടങ്ങുന്നത് മതിരിഹ ഗുണസക്ത ബന്ധകൃത്യേഷ്വസക്ത ത്വമൃതകൃതുപരന്ധേ ഭക്തിയോഗസ്തു സക്രിയം മഹതനോല ഭക്ത്യാ ഭക്തിരേവത്ര സാധ്യ മഹതനുഗമ അനഗമലഭ്യാ ഭക്തിരേവത്ര സാധ്യ കപിലതനുരിതിത്വം ദേവഹുതീനഗതി. അത് മലയാളീകരിച്ച് നമുക്ക് കിട്ടുന്നത് ബന്ധത്തെ ഗുണശക്തയാം മതിയുദിപ്പിക്കുന്നു, മോക്ഷത്തെയോ തദ്വൈരാഗ്യസമേത ആയത് ലഭിച്ചിടുന്ന ദേവഭക്തിയാൽ സാധിക്കേണ്ടത് സാധുസംഗമവശാലുണ്ടാകുക ഭക്തി താൻ സാനന്ദം കപിലാത്മകൻ ജനനിയോട് ഏവം ഭവാൻ ചൊല്ലിനാൻ. വളരെ ഗംഭീരമായിരിക്കുന്ന ഈ ശ്ലോകത്തിൽ അദ്ദേഹം സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ നിസ്സാരമല്ല. ഭക്തിയെ സംബന്ധിച്ച് ഭക്തി എന്തിനായിരിക്കണം, എങ്ങനെയായിരിക്കണം? മതിരിഹ ഗുണസക്ത ബന്ധകൃത്യേഷ്വസക്ത, ബന്ധവും അതുപോലെ മോചനവും. എപ്രകാരമാണോ ഇവിടെ മുക്തിയെ പ്രദാനം ചെയ്യുന്നത്, എപ്രകാരമാണോ ബന്ധത്തെ ഉണ്ടാക്കുന്നത്, അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ത്വമൃതകൃത വരുന്ധേ ഭക്തിയോഗസ്തു സക്രിയം മഹദനുഗമലഭ്യാഭക്തിരേവത്ര സാധ്യം കപില തനുരിതിത്വം ദേവഹുത്യൈ നഗാതി. ബന്ധത്തെ ഗുണസക്തയാം മതി ഉദിപ്പിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ബന്ധം എന്ന് പറയുന്നത് ജനിച്ചു വീണ മനുഷ്യൻ ആസക്തമായിരിക്കുന്ന ഒരവസ്ഥയെ സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ നിസ്സംഗമാകാതെ സംഘം എല്ലാം തന്നെ സമ്പാദിക്കുന്നത്, അത് ഗുണസക്തയാം മതി. ഗുണസക്തയാകുന്ന ആ ഭക്തി അല്ലെങ്കിൽ ആ ബോധം എപ്പോഴും ഗുണം നമ്മളിൽ ഇങ്ങനെ അവശേഷിച്ച് കിടക്കുമ്പോൾ നമ്മൾ ബന്ധത്തെ സൃഷ്ടിക്കുന്നു എന്ന്. ഗുണത്തെപ്പറ്റി നമ്മൾ അല്പം ഒന്ന് ചിന്തിക്കണം. ഗുണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രജോ ഗുണം സൃഷ്ടിക്ക്, സാത്വിക ഗുണം പാലിക്കുന്നതിന്, താമസ ഗുണം സംഹരിക്കുന്നതിന്. ഈ ഗുണങ്ങൾ 3 മാത്രം. ഈ ഗുണങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം എല്ലാ തരത്തിലും പ്രവർത്തിക്കുന്നത്, വർത്തിക്കുന്നത്. അത്തരത്തിലുള്ള ബന്ധത്തെ എങ്ങനെ സൃഷ്ടമാകുന്ന, അല്ലെങ്കിൽ ബന്ധത്തെ സൃഷ്ടിക്കുന്നത് എന്ത് എന്ന് വെച്ചാൽ ഗുണസക്തയാം മതി. എല്ലാ തരത്തിലും താല്പര്യങ്ങൾ വെച്ച് പുലർത്തുന്ന, അല്ലെങ്കിൽ ഗുണഗണങ്ങളോടുകൂടി, അല്ലെങ്കിൽ ത്രിഗുണങ്ങളോട് ബന്ധപ്പെട്ട് ഒരു മതി ബുദ്ധി അത് ഉണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്നതാണ് ബന്ധം. അപ്പോൾ എന്തു വേണമെന്ന് വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചു. ഗുണങ്ങളിൽ നിന്ന് മുക്തമാകുക, ത്രിഗുണാതീതമാകുക, ഗുണങ്ങളെയെല്ലാം തന്നെ അതിക്രമിക്കുക, അല്ലെങ്കിൽ ബന്ധം ഉണ്ടാവും. അപ്പോൾ ബന്ധമോക്ഷങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭക്തിയിലൂടെ നമുക്ക് എങ്ങനെ ബന്ധമോക്ഷങ്ങൾ ഉണ്ടാക്കാം, ബന്ധത്തെ ഇല്ലാതെയാക്കിയിട്ട് മോക്ഷത്തെ എങ്ങനെ പ്രാപിക്കാം, ബന്ധത്തെ ഗുണസക്തയാം മതി ഉദിപ്പിക്കുന്നു, മോക്ഷത്തെയോ തദ്വൈരാഗ്യസമേത. അപ്പോൾ ഒരേ ഒരു ഭക്തി 2 തരത്തിലാകാം. ഭക്തി സഗുണമാണ് എങ്കിൽ നമുക്ക് ബന്ധമാണ്, ഇവിടെ ബന്ധനമാണ് ഉണ്ടാകുന്നത്. ഈ ഭക്തി എന്ന് പറയുന്നത് നിർഗുണമാകുമ്പോൾ യാതൊരു ഗുണവുമില്ലാത്തത്, രാജസം താമസം സാത്വികം എന്ന് പറയുന്ന ഗുണങ്ങൾ യാതൊന്നുമില്ല. ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നില്ല എന്ന്. ആവശ്യങ്ങൾ വരുമ്പോഴാണ് ഈ ഗുണങ്ങൾ നമ്മളെ ആക്രമിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും ഗുണത്തിൽ നിന്ന് വിമുക്തമായിരിക്കുന്ന ഒരു ഭക്തിയാണ് നമുക്കുള്ളത് എങ്കിൽ ഇവിടെ പറയുന്നത് മോക്ഷത്തെയോ തദ്വൈരാഗ്യസമേത, വിരക്തമായിരിക്കുന്ന ആ രീതിയിൽ ഭക്തിയെ കൈകാര്യം ചെയ്യുന്നവർ. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമം, ഭക്തി എന്ന് പറഞ്ഞാൽ സ്നേഹം, ഭക്തി എന്ന് പറഞ്ഞാൽ സാധു അസ്മിൻ പരമപ്രേമരൂപ എന്ന് നാരദർ. അപ്പോൾ എല്ലാ തരത്തിലും പരമാത്മാവിനോട് തോന്നുന്ന പരമമായിരിക്കുന്ന പ്രേമം എന്നിങ്ങനെ നിർവചിച്ചു വരുമ്പോൾ അത് ഗുണത്തോടു കൂടിയും, അതായത് സഗുണം, നിർഗുണമായിട്ട്
അത്തരത്തിലും സംഭവിക്കാം. അപ്പോൾ സഗുണമാണ് എങ്കിൽ ഇവിടെ ബന്ധത്തിൽ പെട്ട് നമ്മളിവിടെ ഉഴലും, സംസാരത്തിൽ വീണ്ടും നമ്മൾ കെട്ടുപെട്ട് കിടക്കും. നേരെ മറിച്ച് ഇത്തരത്തിൽ ഗുണങ്ങളില്ലാത്തൊരവസ്ഥ നിർഗുണമാണെങ്കിലോ നമുക്ക് മോക്ഷമുണ്ടാകുമെന്ന് വളരെ സിമ്പിളായിട്ട് അദ്ദേഹം ഈ ശ്ലോകത്തിൽ അവതരിപ്പിച്ച് തുടർന്ന് പറയുകയാണ്. ആയത് ലഭിച്ചിടുന്നതേ ഭക്തിയാൽ. ഒരേ ഒരു ഭക്തി തന്നെയാണ്, സഗുണമായിട്ടും നിർഗുണമായിട്ടും ഇങ്ങനെ നമ്മളിൽ കടന്നുകൂടിയിട്ട് സഗുണമായിട്ടുള്ള ഭക്തി വരുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ബന്ധം അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് യോജിച്ച് ഇങ്ങനെ നിൽക്കും. പ്രപഞ്ചത്തിൽ നിന്നുള്ള മുക്തി എന്ന് പറയുന്നത് ലഭ്യമല്ലാതെ വരും. കാരണം എന്താ? സഗുണമായി പോയി. നിർഗുണമാണെങ്കിൽ നമുക്ക് മോക്ഷം പ്രാപിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സാധിക്കേണ്ടത് സാധുസംഗമവശാലുണ്ടാകും അഭക്തിതാൻ. സാധുസംഗമം. അപ്പോൾ ഒരു ജീവൻ്റെ ലക്ഷ്യം നമ്മളെല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതും നമുക്ക് ഈ ജീവൻ ലഭിച്ചു കഴിഞ്ഞാൽ ശരീരം കൊണ്ട് നമ്മൾ സാധിക്കേണ്ട സാധനയുടെ സാധ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സാധുസംഗമം തന്നെയാണ്. സാധുക്കളുമായിട്ട് യോജിക്കുക. സാധു എന്ന് പറഞ്ഞാൽ സാധിച്ചവനാണ്. സാധു എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനെന്നല്ല, സാധു സാധിച്ചവനാണ്. തൻ്റെ ജീവിതം ധന്യമാക്കിക്കൊണ്ട് തൻ്റേതായിട്ടുള്ള ആത്മഭാവത്തെ ആർജിച്ചിട്ടുള്ള താൻ ഈശ്വരനാണെന്നുള്ള ബോധതലത്തിലേക്ക് എത്തിയിട്ടുള്ള അത്തരത്തിൽ സാധനയുടെ അങ്ങേയറ്റത്തെ ആ പരമമായിരിക്കുന്ന കാഷ്ട ആ അവസ്ഥയെ പ്രാപിച്ചവനാണ് സാധു. ഇവിടെ സാധിക്കേണ്ടത് സാധുസംഗമവശാലുണ്ടാകും ആ ഭക്തി താൻ. അപ്പോൾ പ്രധാനപ്പെട്ട സംഗതി ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഭക്തിയാണ് വേണ്ടത്. പക്ഷേ ഭക്തി സഗുണമായി കഴിഞ്ഞാൽ ബന്ധം, നിർഗുണമായി കഴിഞ്ഞാൽ മോക്ഷം. ഇതെല്ലാം തന്നെ ഉണ്ടാകണമെങ്കിൽ സാധിക്കേണ്ടത് സാധുസംഗമമാണ്. സാധിക്കേണ്ടത് എന്ന് പറയുന്നതും സാധുവും സാധനയും സാധ്യവും ഇതെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്കുകളാണ്. അപ്പോൾ സാധിക്കുക എന്ന് പറയുന്നത് സാധനയുടെ ഭാഗമാണ്. സാധന സാധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നും ആ സാധനയിലൂടെ സാധിക്കുന്ന സാധ്യം എന്ന് പറയുന്ന ഒരവസ്ഥ മോക്ഷമാണ് എന്നും ഇവിടെ പറഞ്ഞു. ആ മോക്ഷം എന്ന് പറയുന്നത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ജന്മം. നമ്മളെല്ലാവരും തന്നെ ശരീരം എടുത്തിട്ടുള്ളത് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തിന് വേണ്ടിയിട്ട് എന്ത് വേണം? സാധുസംഗമം കൂടിയേ തീരൂ എന്ന്. അപ്പോൾ നമ്മളെല്ലാവരും കപിലൻ്റെ ഗീത പരിപൂർണമായിട്ട് ഓരോരോ അധ്യായങ്ങളിലൂടെ കടന്നു പോകുന്നതിന് മുൻപ് ഈ പറയുന്ന ഭട്ടേരിപ്പാട് അതിനെ സംഗ്രഹിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു തന്നത് വളരെ ഭംഗിയായിട്ടൊന്ന് ഉൾക്കൊള്ളുക. മതിരിഹഗുണസക്ത ബന്ധകൃത്യേഷ്വസക്ത ത്വമൃതകൃതുപരന്ധേ ഭക്തിയോഗസ്തു സക്തിയും മഹതനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യം കപിലതനുരിതിത്വം ദേവഹൂത്യൈനകാതി സാനന്ദം കപിലാത്മകൻ ജനനിയോട് ഏവം ഭവാൻ ചൊല്ലിനാൻ. വളരെ ഗംഭീരമായിരിക്കുന്നൊരു സംഗതി ഓർപ്പിക്കുക. ഭക്തിയാണ് അനിവാര്യം. ഭക്തി വേണ്ടിയിട്ട് സാധുസംഗമം. സാധുസംഗമത്തിലൂടെ കിട്ടുന്ന ഭക്തി എന്തായിരിക്കണം? ഇവിടെ പറഞ്ഞു, ഗുണങ്ങളോടുകൂടിയ ഭക്തിയാണെങ്കിൽ നമ്മൾ ബന്ധിക്കപ്പെട്ട് ഇവിടെ വീണ്ടും കിടക്കും. അപ്പോൾ അനവധി പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും. നേരെ കുറച്ച് മോക്ഷമെന്ന് പറയുന്ന പദവിയാണ് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള പരമപുരുഷ അർത്ഥം എന്ന് പറയുന്ന സംഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗുണത്തിൽ നിന്നെല്ലാം തന്നെ ത്രിഗുണാതീതമായിരിക്കുന്ന നിർഗുണമായിരിക്കുന്ന ഒരു ഭാവം ആ ഭക്തിക്കുണ്ടായിരിക്കണമെന്നും. അടുത്തത് നോക്കൂ. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി കൃതവിധ സാക്ഷീ പുരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സോ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂതേനകാതി. തത്വങ്ങളെപ്പറ്റി പറയുകയാണ്. പിന്നെ തത്വം എന്ന് പറഞ്ഞാൽ തന്നെ മായയാണ് തത്വം. അപ്പോൾ തത്വം എന്ന് പറയുന്ന മായ 36 തത്വങ്ങളാണ് സദാശിവ അല്ലെങ്കിൽ ശിവസമ്പ്രദായത്തിൽ നമ്മൾ പഠിക്കുന്ന തത്വങ്ങൾ അനവധിയുണ്ട്. തത്വങ്ങളാണല്ലോ 5 5 ഉടൻ 6 8 ഉടൻ 1 8 ഉടൻ 3 7 എന്നെല്ലാം തന്നെ എഴുത്തച്ഛൻ പാടി പലതരത്തിൽ നമ്മൾ പഠിക്കുന്ന തത്വങ്ങൾ. ഇവിടെ ഈ മായ തത്വമാണ്. പിന്നെ മഹത്തഹങ്കൃതിയും അശബ്ദാദിഭൂതങ്ങളും, ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം, അതിൽ നിന്നുണ്ടാകുന്ന പഞ്ചഭൂതങ്ങൾ, ആകാശം, അത് കഴിഞ്ഞ് വായു, പിന്നെ അഗ്നി, അതിനെ തുടർന്ന് ഈ പറയുന്ന ജലവും പിന്നെ ഭൂമിയും, പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും. അതാണ് ആദ്യം പറഞ്ഞത്. മായ. പിന്നെ മഹത്തഹങ്കൃതിയും അശബ്ദാദിഭൂതങ്ങളും, ഹൃത്തും നമ്മുടെ ഹൃദയം, ശ്രോത്രമുഖേന്ദ്രിയങ്ങൾ അമലെ 10 പുനഃപൂരുഷൻ. അപ്പോൾ എന്തെല്ലാം പഞ്ചേന്ദ്രിയങ്ങൾ രണ്ടായിട്ടുള്ളത്, ജ്ഞാനേന്ദ്രിയങ്ങളായിട്ടും കർമ്മേന്ദ്രിയങ്ങളായിട്ടുള്ളതും, പിന്നെ ഈ പറയുന്ന പുരുഷൻ, അതായത് സാക്ഷാൽ പരബ്രഹ്മം, യുദ്ധം ഭേദമറിഞ്ഞവൻ. അപ്പോൾ എന്താണ് മായ എന്നും എന്താണ് ബ്രഹ്മമെന്നും തിരിച്ചറിഞ്ഞവൻ. ഏതാണ് പ്രകൃതി, എന്താണ് പുരുഷൻ
എന്ന് വ്യക്തമായിട്ട് ധരിച്ചവൻ. ഒന്നുകൂടി പറഞ്ഞാൽ ഈ തത്വങ്ങളെയെല്ലാം തന്നെ അപഗ്രഥിച്ചുകൊണ്ട് തത്വാതീതമായ മായാതീതമായ പുരുഷൻ, ആ പുരുഷനെപ്പറ്റി വ്യക്തമായിട്ട് അറിഞ്ഞവൻ, യുദ്ധം ഭേദമറിഞ്ഞവൻ, പ്രകൃതിയാൽ സത്യം ശുഭേ മുക്തനാം ഇത്യാനന്ദമോട് അംബുജക്ഷണ ഭവാൻ മാതാവോട് ഓതിയിടിനാൻ. വളരെ രസകരമായിട്ടുള്ള ഈ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കേണ്ടത് എത്രയേ ഉള്ളൂ? നിത്യാനിത്യ വിവേകം. നിത്യാനിത്യ വിവേകം അനിവാര്യം. നമ്മുടെ വേദാന്തങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുമ്പോഴും മനുഷ്യൻ വിവേകശാലിയായിരിക്കണമെന്നും അവൻ്റെ മനീഷ, ബുദ്ധി, ബോധതലം, അവൻ്റെ മേധ, പ്രജ്ഞ ഇതെല്ലാം തന്നെ നിത്യത്തെയും സത്യത്തെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കണം. അങ്ങനെയുള്ള നിത്യാനിത്യ വിവേകം കൊണ്ട് നമുക്ക് എന്താണ് ഉണ്ടാകേണ്ടത്? ഇവിടെ ഈ മായ എന്നും പിന്നെ ഈ മഹദഹംകൃതി, അഹംകൃതി ഇത്യാദി ഓരോരോ കാര്യങ്ങളിലൂടെ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി 25 തത്വങ്ങളെ കൊണ്ട്, ചതുർവിംശതി എന്നും പഞ്ചവിംശതി എന്നും ഒക്കെ പറയുന്ന ആ തത്വങ്ങളെ കൊണ്ട് ഉത്കൃഷ്ടമായ ഈ പറയുന്ന ജന്മം, നമ്മുടെ ജീവൻ, ഈ ശരീരം, ഇതെല്ലാം തന്നെ കിട്ടിയവൻ എന്തു വേണം? സത്തായിരിക്കുന്ന സംഗതി പുരുഷൻ, ആ പുരുഷനെ വേർതിരിച്ചറിയണം. അസത്തായിരിക്കുന്ന പ്രകൃതി, അതിനെ വേർതിരിച്ചറിയണം. സത്തും അസത്തും ഏത് എന്ന് വേർതിരിച്ചറിഞ്ഞുകൊണ്ട് എന്തു വേണം? യുദ്ധം ഭേദമറിഞ്ഞവൻ പ്രകൃതിയാൽ സത്യം ശുഭേ മുക്തനാം. പ്രകൃതിയാൽ, ആ പ്രകൃതിയിൽ നിന്ന് നമ്മൾ മുക്തനാം. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ പ്രകൃതിയിലാണ് ജനിച്ചു വീണിരിക്കുന്ന. പ്രകൃതിയെ അതിജീവിക്കാൻ നിശ്ചയിച്ചും തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. പ്രകൃതിയെ അതിജീവിച്ചുകൊണ്ട് പ്രകൃതി അതീതമായിരിക്കുന്ന പുരുഷനെ കണ്ട് നമ്മൾ സാക്ഷാത്കാരത്തിൻ്റെ പദവി അലങ്കരിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ പൊരുൾ. ഇവിടെ നമ്മൾ തുടക്കത്തിലെ, ഭാഗവതത്തിൻ്റെ തുടക്കത്തിലെ തന്നെ ഗ്ലാനി സംഭവിച്ചിരിക്കുന്ന ദുഃഖത്തിൽ ഇങ്ങനെ ആമഗ്നനായിട്ടിരിക്കുന്ന വേദവ്യാസനെ കണ്ടപ്പോൾ അയാളുടെ ദുഃഖം എന്താ? നിത്യാനിത്യ വിവേകം അത് വേണ്ട രീതിയിലാകാതെ പ്രകൃതിയിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി കിടന്ന, അല്ലെങ്കിൽ എല്ലാ തരത്തിലും ദുഃഖിതരായിട്ടുള്ള ഒരു സാധാരണക്കാരനെ പോലെയായി. അതാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖം. ഇവിടെയുള്ള ഈ ചുറ്റുപാടുമുള്ള പ്രകൃതിയിലെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയും കണ്ടും മനസ്സിലാക്കിയുമൊക്കെ അവിടെ കഴിഞ്ഞുകൂടി അദ്ദേഹം ഇതിനെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും എന്നുള്ള ചിന്തയിൽ ഇരുന്നപ്പോഴാണ് ധ്യാനനിഷ്ഠനായി. നാരദൻ വന്ന് ഭാഗവതം പറഞ്ഞു കൊടുത്തു. ഭക്തിയുടെ പരമകാഷ്ഠയിലേക്ക് എത്തി. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കുത്തിയിരുന്നുകൊണ്ട് യോഗാവിഷ്ടനായി. ആ അവസ്ഥയിൽ പ്രകൃതിയെ കണ്ടു, പുരുഷനെ കണ്ടു എന്നാണ്. ഈ പ്രകൃതിയെ കണ്ടു, പുരുഷനെ കണ്ടു എന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊണ്ടും യോഗം കൊണ്ടും ജ്ഞാനം കൊണ്ടും, അല്ലെങ്കിൽ ഏതൊരു മാർഗമാണോ അവലംബിക്കുന്ന അതിനെക്കൊണ്ട് സത്യത്തെയും അതുപോലെ തന്നെ അസത്യത്തെയും വേർതിരിച്ചറിയാൻ കഴിഞ്ഞു എന്നാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം അവിടെ പറയുന്നത് കൂടി നിങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിൽ കൊണ്ടുവരിക. ഈ പ്രകൃതി എന്ന് പറയുന്ന ഈ മായ, ഇവൾ വഞ്ചകിയാണ്, ഇവളാണ് എന്നെ ചതിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ മൂലമാണ് എനിക്ക് സത്യാവസ്ഥ അറിയാൻ കഴിയാതെ പോയത്. എന്താ സത്യാവസ്ഥ അറിയാൻ കഴിയാതെ പോയത്? ഞാൻ ബ്രഹ്മമാണെന്നുള്ള സത്യം, ഞാൻ ഈശ്വരനാണെന്നുള്ള ബോധം, ഞാൻ പുരുഷനാണെന്നുള്ള രീതി. ഒന്നുകൂടി നിങ്ങൾ അകത്തേക്ക് കടക്കണം. ഞാൻ പുരുഷനാണെന്നുള്ള ബോധം അറിഞ്ഞില്ല. എന്തേ കാരണം? പ്രകൃതി. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്ന ശരീരം, പ്രകൃതി എന്ന് പറയുന്ന നമ്മുടെ ചുറ്റുപാട്, പ്രകൃതി എന്ന് പറയുന്ന നമ്മളെ മൂടിയിരിക്കുന്നത്, ഏതൊരു പുരുഷനാണോ ഞാൻ, അല്ലെങ്കിൽ ഏതൊരു പുരുഷൻ എന്ന് പറയുന്ന ബ്രഹ്മമാണോ ഞാൻ, ആ ഞാനെന്ന് പറയുന്ന അവസ്ഥ മൂടി വച്ചിരിക്കുകയാണ് ഈ പ്രകൃതി എന്ന് പറയുന്ന മായ. ആ മായയെയും അതുപോലെ ബ്രഹ്മത്തെയും പ്രകൃതിയെയും പുരുഷനെയും കണ്ടു. എന്നിട്ട് അവിടെ നിശ്ചയിച്ചു ഈ പറയുന്ന സാക്ഷാൽ വേദവ്യാസൻ ഈ മായയെ തരണം ചെയ്യാൻ എന്താണ് വിദ്യ, അതിനുവേണ്ടി ഭാഗവതം രചിച്ചു എന്നാണ്. അപ്പോൾ ഭാഗവതത്തിൽ ഈ പറയുന്ന രീതിയിൽ കപിലാദികളുടെ ആ കഥകളും അവർ പറഞ്ഞതുമെല്ലാം തന്നെ സ്മരിച്ചില്ല എങ്കിൽ ഏതൊരു വേദവ്യാസരാണോ ആദ്യം ഇത് പറഞ്ഞു വെച്ചത് അത് പൂർത്തീകരിക്കാൻ പറ്റില്ല. അപ്പോൾ വേദവ്യാസൻ പറഞ്ഞ ദുഃഖം പോകണമെങ്കിൽ എന്ത് വേണം? ഈ ദുഃഖത്തിന് കാരണക്കാരൻ ആരാണ്? മായയാണ്. അപ്പോൾ കാരണക്കാരിയായിരിക്കുന്ന മായയെ അതിജീവിക്കണം. അതിനെന്ത് വേണം? ഭാഗവതം വേണം. അപ്പോൾ ഭാഗവത കഥകളെല്ലാം തന്നെ കേട്ടിട്ട് നമുക്കുണ്ടാകേണ്ടത് എന്ത് എന്ന്, നിത്യാനിത്യ വിവേകമാണ് എന്ന് ഇവിടെ നിങ്ങൾ അടിച്ചുറപ്പിക്കണം. ഈ കപിലഗീതയിലും ഈ പറയുന്ന രണ്ടാമത്തെ കാര്യം സൂചിപ്പിച്ചപ്പോൾ ഭക്തിയുടെ പാരമ്യത്തിൽ നിർഗുണമായിട്ടുള്ള ഭക്തി സാധുസംഗമത്തിലൂടെ സാധിക്കണമെന്ന് പറഞ്ഞു വെച്ചിട്ട് ഇവിടെ വീണ്ടും പറയുന്നു ഭേദം അറിയണം. എന്താ ഭേദം? പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ഭേദം, ഈശ്വരനും മായയും തമ്മിലുള്ള ഭേദം അറിഞ്ഞേ മതിയാകൂ. രണ്ടും രണ്ടാണ് എന്നുള്ള ആ രീതിയിലേക്ക് അനിത്യ വിവേകമുണ്ടാകണമെന്നാണ് തിരിച്ചറിവ്. അപ്പോൾ ഏതൊരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് അതുണ്ടാകണമെന്നും അമ്മയോട് ഈ മകൻ ഉപദേശിച്ചു എന്നാണ്. ഇനി അടുത്തതിലോ പ്രകൃതിഗത ഗുണൗഘൈർ നജ്യതേ പൂരുഷോയം യദിതു സജതി തസ്യാം തദ്ഗുണസ്ഥം ഭജേരൻ മതനുഭജന തത്വാലോചനൈ സപ്യപേയാത് കപിലതനുരിതിത്വം ദേവഹുതൈ നഗതി. മായാകാര്യങ്ങളൊന്നും
പുരുഷനിലിഹ പറ്റുന്നതില്ല. ശ്രദ്ധിക്കേണ്ട അടുത്ത വിഷയം വളരെ സംഗ്രഹിച്ച് നമുക്ക് ഇട്ട് തന്നിരിക്കുന്ന അദ്ദേഹത്തിലെ ഒരു 100 വട്ടം ഉണങ്ങണം. മായാകാര്യങ്ങളൊന്നും പുരുഷൻ എന്ന് പറയുന്ന ബ്രഹ്മതത്വം, ആ പുരുഷനിലിഹ പറ്റുന്നതില്ല. ആയവൻ താൻ മായാസംസക്തനായിടുകിൽ അവനെ അണഞ്ഞിടുമേതൻ ഗുണങ്ങൾ. ഇനി ഗുണത്തെ സംബന്ധിച്ച് വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ടത് മായാകാര്യങ്ങൾ, ഈ തത്വങ്ങൾ, അതായത് ഈ പറയുന്ന അഹങ്കാര തത്വം, അത് കഴിഞ്ഞിട്ടുള്ള ഓരോരോ തത്വങ്ങൾ, എന്നിട്ട് ഈ പറയുന്ന രാജസം താമസം അല്ലെങ്കിൽ ഈ സാത്വികം എന്ന് പറയുന്ന ഗുണങ്ങൾ, ഇതിലൂടെ ഉണ്ടാകുന്ന സകലതത്വങ്ങളും, പ്രകൃതി എന്ന് പറയുന്നത് പ്രകർഷേണ കൃതമായതുണ്ടായത് അല്ലെങ്കിൽ പഞ്ചീകരിച്ച പ്രപഞ്ചം, അതെല്ലാം തന്നെ ചിന്തിക്കുമ്പോൾ മായാകാര്യങ്ങളൊന്നും പുരുഷനിലിഹ പറ്റുന്നതില്ല. മായ ഒരു ബന്ധവുമില്ല. അത് വാസ്തവത്തിൽ ചേമ്പിലയിലെ വെള്ളം പോലെയാണ്. അല്ലെങ്കിൽ വെള്ളം എപ്പോഴാണെങ്കിലും ഉരുണ്ട് കളിച്ച് നടക്കുന്ന യാതൊരു ബന്ധവും ഇലക്കില്ലാത്ത പോലെ, അതേ രീതിയിലാണ് ഈ പറയുന്ന പരബ്രഹ്മത്തിന് യാതൊരു അറ്റാച്ച്മെൻറ്റും ഈ പറയുന്ന മായയോടില്ല. പ്രകൃതിയോട് പുരുഷന് യാതൊരു പറ്റുമില്ല. ആയവൻ താൻ മായാസംസക്തനായിടുകിലവനെ. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ പുരുഷൻ മായയുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചാലോ ഉടനെ പറയുകയാണ് അവനെ അണഞ്ഞിടുമേതൻ ഗുണങ്ങൾ. അപ്പോൾ ഇത് വാസ്തവത്തിൽ യാതൊരു ഗുണങ്ങളും യാതൊരു തരത്തിലുമായ ഗുണങ്ങളും ബാധിക്കാത്ത ആ പുരുഷൻ ഏതെങ്കിലും കാരണവശാൽ മായാസക്തനായിടുകിൽ അവൻ ഇതിലെ ഒരാസക്തനായാൽ, ആസക്തനാകുന്നതൊക്കെ മനസ്സിൻ്റെ പ്രകൃതിയാണ്, ആ മനസ്സിൻ്റെ പ്രക്രിയ. അപ്പോൾ എല്ലാ തരത്തിലും ആസക്തനായി പോയി എന്ത് പറ്റും? ഗുണങ്ങളെല്ലാം തന്നെ വന്നൊട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ അതുമായിട്ട് പറ്റില്ല എങ്കിൽ തന്നെ നമ്മൾ അതിനെ അതിനെ സ്വീകരിക്കാനായിട്ട് അടുത്തുകൂടിയാൽ അവ നമ്മളെ വിടില്ല. അപ്പോൾ എല്ലാ തരത്തിലും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പുരുഷഭാവത്തെ, ബ്രഹ്മഭാവത്തെ, മായ ബാധിക്കാത്ത ഏറ്റവും നിർഗുണമായിരിക്കുന്നൊരവസ്ഥയെ അത് മനസ്സിലാക്കിയിട്ട് അതൊരിക്കലും മായയുടെ പിന്നാലെ പരക്കം പായുന്ന രീതിയിലേക്ക് ആകാതിരിക്കുക എന്നേ ഇതിനർത്ഥമുള്ളൂ. മായാകാര്യങ്ങളൊന്നും പുരുഷനിലിഹ പറ്റുന്നതില്ല. ആയവൻ തൻ മായാസംസക്തനായിടുകിൽ അവനെ അണഞ്ഞിടുമേതൻ ഗുണങ്ങൾ. നമ്മൾ അങ്ങോട്ടേക്കൊന്നും വാങ്ങാതിരുന്നാൽ മതി. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ശരീരം എടുത്തത് കൊണ്ടാണ് ഈ കുഴപ്പം മുഴുവൻ. നിർഗുണഭാവത്തിലുള്ള ബ്രഹ്മം എന്തു പറ്റി? അത് വാസ്തവത്തിൽ പുരുഷനായിട്ട് ഇങ്ങനെ പ്രകൃതി പുരുഷൻ എന്നുള്ള വ്യത്യാസത്തോടുകൂടി ഈ പുരത്തിൽ ശയിക്കുന്ന പുരുഷൻ, ശരീരത്തിൽ ഇങ്ങനെ അകപ്പെട്ടിരിക്കുന്ന പുരുഷൻ നിർഗുണഭാവമാണ്, അത് ബ്രഹ്മഭാവമാണ്. അത് മായ ഒന്നും ലേശം പോലും ബന്ധിക്കാത്തതാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ശരീരത്തെ എടുത്തത് കൊണ്ട്, അവിടെയാണ് ആ പ്രയോഗത്തിൻ്റെ പ്രത്യേകത. ശരീരത്തെ എടുത്തത് കൊണ്ട് നമ്മൾ മായയുമായിട്ട് ഇങ്ങനെ അടുത്തുകൂടുകയാണ്, അണയുക. ആ പ്രയോഗമാണ് ഇവിടെ നടത്തിയത്. മായാസംസക്തനായിടുകിൽ അവനെ അണഞ്ഞിടുമേതൽ ഗുണങ്ങൾ. ഈ എന്നിൽ ഭക്തി തത്വാമനനം ഇതുകളാൽ മായയും പോയിടും ഹേ. അപ്പോൾ എന്നിൽ എന്താ വേണ്ടേ? നിർഗുണമായിട്ടുള്ളൊരു ഭക്തി ഉണ്ടാക്കിയെടുക്കുക. ഞാനെന്ന് പറയുന്ന ഈശ്വരൻ. അപ്പോൾ ഞാനെന്ന് പറയുന്ന ഈശ്വരനോട്, പരമ്പൊരുളായിരിക്കുന്ന പുരുഷനോട് ഭക്തി തത്വമനനാദി ഇതുകളാൽ, അപ്പോൾ തത്വത്തെ എല്ലാം തന്നെ പരിചിന്തനം ചെയ്ത് അതിനെ ഭംഗിയായിട്ട് വിശകലനം ചെയ്ത് പഠിച്ചു. ഭക്തിയെല്ലാം തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് സാധു അസ്മിൻ പരമപ്രേമരൂപ എന്ന് ആദ്യം പറയാൻ കാരണം അതാണ്. പരമമായിരിക്കുന്ന പ്രേമം എപ്പോഴാണോ പരമാത്മാവിനോടുണ്ടാകുന്നത് അതാണ് ഭക്തി എന്നാണല്ലോ നിർവചനം. ഇവിടെയും ഈ എന്നിൽ ഭക്തി തത്വമനനം ഇതുകളാൽ മായയും പോയിടുഹേ. അപ്പോൾ മായ പോകാൻ എന്താ വിദ്യ? അതിനാണ് ഈ മനനം. മനനം എന്ന് പറയുന്നത് ഒന്ന് അല്പം ശ്രദ്ധിക്കണം. മനനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശേഷിയാണ്. മനുഷ്യൻ്റെ ശേഷി എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൻ്റെ കഴിവാണ്. ഈ മനസ്സ് മനനമുള്ളത് കൊണ്ടാണ് മനുഷ്യൻ എന്നുള്ള പേര് പോലും കിട്ടിയത്. അല്ലെങ്കിൽ മനുഷ്യനെ മൃഗമെന്ന് പറയേണ്ടി വരും. മനസ്സുള്ളത് കൊണ്ടും മനസ്സ് വെച്ചുകൊണ്ട് മനനം ചെയ്യുക, ഓർത്ത് ചേർത്ത് അല്ലെങ്കിൽ ആവർത്തിച്ച് ചിന്തിക്കുന്ന രീതി, അതാണ് മനനം. അതെല്ലാം തന്നെ ഉള്ളത് കൊണ്ട് എന്ത് പറ്റും നമുക്ക്? ഇതുകൊണ്ടെല്ലാം തന്നെ മായയെ നമ്മൾ അതിജീവിക്കണം. എന്താണ് സത്യം, എന്താണ് അസത്യം, എന്താണ് നിത്യം, എന്താണ് നിത്യം എന്നെല്ലാം തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മായയെല്ലാം തന്നെ കുറേശ്ശെ അകറ്റിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞാൽ, ആ വിവേകം, അത്തരത്തിലുള്ള തിരിച്ചറിവുണ്ടായാൽ ഈ എന്നിൽ ഭക്തിയും കൂടി ഉണ്ടായാലോ തത്വമനനമിതുകളാൽ മായയും പോയിടും ഹേ. മായയെ അതിജീവിക്കാം. ഈ പറയുന്ന 3 ശ്ലോകങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചതിൽ ഒരു കാര്യം വ്യക്തമായി. മായ എന്ന് പറയുന്നത് നമ്മളെ വിടാതെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ട് നടക്കുന്ന ഒരു വിശേഷമാണ്. ആ മായയോട് ആസക്തരായാൽ മാത്രമേ പ്രശ്നമുള്ളൂ. മായ എന്ന് പറയുമ്പോൾ ഗുണങ്ങളാണ് എന്ന് കൂടി വന്നില്ലേ? അപ്പോൾ രാജസമായാലും താമസമായാലും സാധ്യമായിട്ടുള്ള ആ ഗുണങ്ങളോട് ബന്ധപ്പെട്ട്
നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കരുത്. അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചാൽ എന്ത് പറ്റും? നമ്മളെല്ലാവരും മായാബദ്ധരായിട്ട് കഴിഞ്ഞുകൂടും. അപ്പോൾ മോക്ഷമില്ല. അതിനെന്ത് വേണം? ഭക്തിയെ വേണ്ട രീതിയിൽ. അതാണ് ഭക്തിയെപ്പറ്റി ആദ്യം പറഞ്ഞത്. നിർഗുണമായിട്ടുള്ള ഭക്തിയായിരിക്കണം, സഗുണഭക്തി ആകരുത്. സഗുണഭക്തി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ അലട്ടുന്ന അങ്കലാപ്പുകൾ സൃഷ്ടിക്കുന്ന വേദിയിലേക്ക് കടക്കേണ്ടി വരും. അത് ഉണ്ടാകാൻ പാടില്ല എന്ന്. മായാകാര്യങ്ങളൊന്നും പുരുഷൻ ഇവനിലിഹ പറ്റുന്നതില്ല. ആയവൻ തൻ മായാസംസക്തനായിടുകിൽ അവനെ അണഞ്ഞിടുമേ തൻ ഗുണങ്ങൾ. ഈ എന്നിൽ ഭക്തി തത്വമനനം ഇതുകളാൽ മായയും പോയിടും. ഹേ കായാമ്പൂവർണ്ണ ശൗരേ കപിലതനുഭവാൻ അമ്മയോടേവമോദീ. അവർ തമ്മിലുള്ള സംവാദത്തെ വളരെ സുന്ദരമായിട്ട് സംഗ്രഹിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ലളിതമായിട്ട്. അദ്ദേഹത്തിൻ്റെ സംസ്കൃതത്തിലുള്ള മൂലം ആ ശ്ലോകം പഠിക്കുമ്പോൾ ലളിതമാണെന്ന് പറയുന്ന നിവൃത്തിയില്ല. എങ്കിൽ തന്നെ മലയാളീകരണവും ഞാൻ കൂടെ വായിക്കുന്നത് അതിനെ ലളിതമാക്കാൻ വേണ്ടിയിട്ടാണ്. വിമലമതിരൂപത്തൈരസനദ്ദേർമതംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമത്തമാലം ശീലയേതാനുവേലം കപിലതനുരിത്വം ദേവഹുതേ നഗാതീ. അതിനു വേണ്ടിയിട്ട് ധ്യാനത്തെപ്പറ്റി പറയുകയാണ്. കപിലഗീതയിലും സാഖ്യയോഗത്തിൻ്റെ പ്രവക്താവ് എന്നെല്ലാം തന്നെ നമ്മൾ കപിലിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും അവിടെയും നമ്മൾ ഈശ്വരനെ ധ്യാനിക്കുന്ന രീതി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് അംഗപ്രത്യംഗം സഗുണ രീതിയിലുള്ള സഗുണഭാവത്തിലുള്ള ഈശ്വരനെ ധ്യാനിക്കാൻ പറയുന്നുണ്ട്. ഇവിടെയും പറയുന്നത് ഉള്ളിൽ ശുദ്ധിയടാസനാദികൾ വശത്താക്കിയിടും. അപ്പോൾ ഉള്ളിൽ വളരെ ശുദ്ധിയോടുകൂടി സനകാദികൾ, ഉള്ളിൽ ശുദ്ധിയുടെ ആസനാദികൾ വശത്താക്കിയിട്ട് താർഷ്യൻ്റെ നൽകണ്ഠേ ദിവ്യ വിഭൂഷണ ആയുധ സമൂഹത്താൽ വിളങ്ങുന്നതായി എങ്ങനെ വേണം ധ്യാനിക്കാൻ എന്ന് പറയുക. ഉള്ളിൽ ശുദ്ധിയോട് വളരെയേറെ ശുദ്ധമായിട്ടുള്ള അന്ധകരണത്തെ വച്ച് പുലർത്തിക്കൊണ്ട് ആസനാദികൾ വശത്താക്കിയിട്ട് അവിടെയാണ് യോഗാസനത്തെപ്പറ്റി സവിസ്തര അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭാഗവത്തിൽ. അതിൻ്റെ സംഗ്രഹമായിട്ട് ഇദ്ദേഹം പാടിയത് വിമലമതി ശുദ്ധമായിട്ടുള്ള അന്ധകരണം, അതുപോലെ ഉപാത്തേരാസനാദ്യേർമതംഗം ആസനാദികളെല്ലാം തന്നെ ശീലിച്ച് ഗരുഡസമധിരൂഢം ഗരുഡൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാനെ, ദിവ്യഭൂഷായുധാംഗം ദൈവങ്ങളായിട്ടുള്ള ആയുധങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന അദ്ദേഹത്തെ, രുചിതുലിതമാലം ശീലയേതാനുവേലം ഇങ്ങനെ ധ്യാനിച്ച് ശീലിക്കണം. ഇത് ഈ പറയുന്ന രീതിയിൽ ധ്യാനത്തെപ്പറ്റി 95-ാമത്തെ ദശകത്തിൽ നാരായണീയത്തിൽ വീണ്ടും ധ്യാനം ദേശീലയേയം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ശ്ലോകത്തിൽ എങ്ങനെ ധ്യാനിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഉള്ളിൽ ശുദ്ധിയോട് ആസനാദികൾ വശത്താക്കിയിട്ട് താർഷ്യൻ്റെ നൽകണ്ഠേ ദിവ്യ വിഭൂഷണ ആയുധ സമൂഹത്താൽ വിളങ്ങുന്നതായി നല്ലൊരു ധ്യാന രൂപമിട്ട് കൊടുക്കുകയാണ്. ഗരുഡൻ എന്ന് പറയുമ്പോഴേ തന്നെ വിഹംഗമത്തിന് അല്ലെങ്കിൽ വിഹായസിൽ ഇങ്ങനെ ആകാശത്തിൽ ചലിക്കുന്നതിനുള്ള പക്ഷി അതിൻ്റെ പുറത്താണ് കയറിയിരിക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ സഞ്ചരിക്കേണ്ടത് ആഴത്തല്ല എന്ന് ഇതിലൊരു ധ്വനിയുണ്ട്. ആ ധ്വനി എന്ന് പറഞ്ഞാൽ ഗരുഡൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന വിഷ്ണുവിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതുപോലെ തന്നെ ഉയർന്നു പോകാനുള്ള ചിന്താഗതി ഉണ്ടാകണം. പറന്ന് അങ്ങനെ ഉയർന്നു പോവുക ആകാശതലത്തിലേക്ക്. അതാണ് ഗരുഡൻ്റെ പ്രത്യേകത. അപ്പോൾ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്ന ആകാശത്തിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ധ്യാനം പോലും ഗരുഡോപരി ഇരിക്കുന്ന വിഷ്ണുവിനെ നമുക്കിട്ട് തന്നത്. ഉള്ളിൽ ശുദ്ധിയോട് ആസനാദികൾ വശത്താക്കിയിട്ട് താർഷ്യൻ്റെ നൽകണ്ഠേ ദിവ്യ വിഭൂഷണ ആയുധ സമൂഹത്താൽ വിളങ്ങുന്നതായി. ഇങ്ങനെ ആയുധങ്ങളോ ആഭരണങ്ങളോ ഒക്കെ ധരിച്ചുകൊണ്ട് ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന ഭഗവാനെ, മേഘശ്യാമളമാകും എന്നുടൽ. ആ ശരീരമാണെങ്കിൽ മേഘശ്യാമളം, ഒരു പ്രത്യേക കറുപ്പാണ്. ആ കറുപ്പിൻ്റെ അഴക് പറയുന്ന നിവൃത്തിയില്ല. മേഘശ്യാമളമാകുമെന്നുടൽ സദാശീലിക്കണം പിന്നെ എന്നാകം പ്രദ്യുതിയായ മാധവ ഭവാൻ മാതാവോടോതിയിടിനാൻ. അപ്പോൾ ഈ മായയെ അതിജീവിക്കാനും പ്രകൃതി അതീതമായിരിക്കുന്ന പുരുഷഭാവത്തെ മനസ്സിലാക്കാനും ഭക്തി എന്ന് പറയുന്നതെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് നിർഗുണഭാവത്തിലേക്ക് എത്താനും ഒക്കെ ഓതിക്കൊടുക്കുന്ന ഇദ്ദേഹം ധ്യാനിച്ചു വേണം ഈ പറയുന്ന ജ്ഞാനത്തിലേക്ക് എത്താൻ. അപ്പോൾ യോഗാവസ്ഥ വാസ്തവത്തിൽ അനിവാര്യമായിട്ടുള്ളൊരു സംഗതിയാണ് എന്ന് കൂടി കൂട്ടിച്ചേർത്തു. യോഗ ചിത്തവൃത്തി നിരോധക എന്ന് പതഞ്ജലി പറഞ്ഞ് ഇവിടെയും വീണ്ടും കാണാം. വിമലമതിരൂപത്തേർ ഉള്ളിൽ ശുദ്ധിയുടെ ആസനാദികൾ. അപ്പോൾ യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ പതഞ്ജലി പറഞ്ഞു കൊടുക്കുന്ന പോലെ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് യോഗ ചിത്തവൃത്തി നിരോധക.
അങ്ങനെ ചിത്തശുദ്ധികൾ സമാർജിച്ചിരിക്കുന്ന യോഗവിദ്യയിലൂടെ ആസനാദികൾ അവലംബിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഗരുഡോപരി വിളങ്ങുന്ന സാക്ഷാൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകണം. എന്തിനാണത്? മേഘശ്യാമളമാകുമെന്നുടൽ സദാ ശീലിക്കണം പിന്നെ എന്നാകമ്രദ്യുതിയായ മാധവ ഭവാൻ മാതാവോടോ തീടിനാൻ. ധ്യാനത്തിൻ്റെ ആവശ്യകത, യോഗത്തിൻ്റെ ആവശ്യകത ഇവിടെ നമുക്ക് ഊന്നി പറയാനുള്ളത് കപിലൻ്റേതായിട്ടുള്ള ഗീതയിലും നമ്മൾ കാണുന്നത് അവിടെ വിരാട് ഭാവത്തെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സഗുണമായിരിക്കുന്ന സ്ഥൂലമായിരിക്കുന്ന ഭഗവത് സ്വരൂപത്തെയെല്ലാം തന്നെ എടുത്തിട്ട് ധ്യാനിക്കാൻ പറയുന്നുണ്ട്. അതെല്ലാം തന്നെ വാസ്തവത്തിൽ സൂക്ഷ്മതലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതൊരു ഈശ്വരനാണോ ഇത്തരം ഒരു പ്രത്യേക രീതിയിൽ രൂപഭാവങ്ങളെല്ലാം തന്നെ സ്വീകരിച്ച് ഭക്തൻ്റെ മുഖരത്തിലേക്ക് കടന്നു കൂടുന്നത്, അതും ഇട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും അഞ്ചാമത്തേലേക്ക് വരുമ്പോൾ മമ ഗുണഗണ ലീലാകർണനൈ, എൻ്റേതായുള്ള ഗുണഗണങ്ങൾ ഇങ്ങനെ കേൾക്കുക. എന്നിട്ട് കീർത്തനാദ്യേർ, കേൾക്കുക, ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം എന്നെല്ലാം പറയുന്ന രീതിയിൽ മമ ഗുണഗണ ലീലാകർണനൈ കീർത്തനാദ്യേർ മയസുരസരിതോഖ പ്രത്യചിത്താനുവൃത്തി ഭവതി പരമഭക്തൈ സാഹി മൃത്യോർവിദേ വിജേത്രീ കപിലതനുരിത്വം ദേവഹൂതേ നകാതീ. മൽഗുണങ്ങൾ, ശ്രവണം, കീർത്തനം, വിഷ്ണു എന്ന് പറയുന്നു ഓർക്കുക. മൽഗുണങ്ങൾ മമലീല എന്നിതുകൾ കേൾക്ക, ചൊൽക. ഇവയാൽ സദാ സ്വർഗ നിമ്നകയിലുള്ളോര് ഒഴുക്കിന് സമാനമായി മൈ മനോഗതം. എങ്ങനെ വേണം നമ്മുടെ മനസ്സ്? ഒരു ഒഴുക്ക്, സ്വർഗ നിമ്നകയിലുള്ള ഒരു ഒഴുക്ക്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് വിണ്ണോർ ഗംഗ എപ്രകാരമാണ് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നത്, പാതാള ഗംഗയായിട്ടൊക്കെ പോകുന്ന ഒഴുക്ക്. അപ്പോൾ എപ്രകാരം ഗംഗ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന അതേപോലുള്ളൊരു ഒഴുക്ക് ഭക്തിയുടെ കാര്യത്തിലും വേണം. സ്വർഗ നിമ്നകയിലുള്ള ഒഴുക്കിന് സമാനമായി മൈ മനോഗതം ഭക്തിയായത്, അത് തന്നെ ആണ് അരിയ മുക്തി സാധനവും ഓർക്ക. അപ്പോൾ മുക്തിക്ക് സാധനമായിട്ടുള്ള ഭക്തിയാണ്. ആ ഭക്തി എന്ന് പറയുന്നത് ഇങ്ങനെ ഒഴുകണം. ആ ഭക്തിയായത് ഉത്തമ, അതാണ് ഉത്തമാണ് അരിയ മുക്തി സാധനം. ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന മുക്തിസാധനം എന്ന് പറയുന്നത് ഭക്തിയാണോ എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ വേണം? സ്വർഗനിമ്നകയിൽ ഉള്ള ഒഴുക്കിന് സമാനമായി മൈ മനോഗതം, നമ്മുടെ മനസ്സിനെയെല്ലാം തന്നെ ഒഴുക്കി ഇങ്ങനെ വിടുക. ഗംഗ ഒഴുകുന്ന പോലെ ഭക്തി സാന്ദ്രമായിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രേമബദ്ധമായിരിക്കുന്ന, അങ്ങേയറ്റം പ്രേമബദ്ധമായിരിക്കുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ ഒഴുക്കി വിടുക മനസ്സിനെ. മൽഗുണങ്ങൾ മമലീല എന്നിതുകൾ കേൾക്ക, ചൊൽക. ഇവയാൽ സദാ സ്വർഗ നിമ്നകയിൽ ഉള്ളൊഴുക്കിന് സമാനമായി മൈ മനോഗതം ഭക്തിയായത്, അതുതന്നെയാണ് അരിയ മുക്തി സാധനവും ഓർക്ക. എന്നിത്തരം കപിലഗാത്രദേവ ജനയിത്രിയോടരുളി അത്ര നീ. രസകരമായിട്ട് വരുന്നുണ്ട് ഈ ഭക്തിയായാലും യോഗമായാലും. അവിടെ ധ്യാനയോഗമായാലും ധ്യാനയോഗത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സഗുണമായിരിക്കുന്ന ഈശ്വരൻ്റെ ഭാവമായാലും. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എന്നിങ്ങനെ ചിന്തിക്കുന്ന പക്ഷം സഗുണം നിർഗുണം എന്ന് പറയുന്ന രണ്ടിനെപ്പറ്റി നമ്മൾ വേർതിരിച്ചറിയണം. സ്ഥൂലം സൂക്ഷ്മം എന്ന് പറയുന്നൊരവസ്ഥയും നമ്മൾ നല്ലപോലെ പഠിച്ചിരിക്കണം. സത്യം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അസത്യം എന്താണെന്നും ബോധ്യം വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വിവേകം നമ്മളിലുണ്ടായിരിക്കണം. മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട് ആ ഭക്തിയുടെ സാന്ദ്രമായിരിക്കുന്ന അവസ്ഥയിലൂടെ ഒഴുകി നടക്കണം. ആ ഒഴുകി നടക്കുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞത്. ഏകാഗ്രമായിട്ടുള്ള മനസ്സെല്ലാം തന്നെ ഈ പറയുന്ന ഈശ്വരനിലേക്ക് ഇങ്ങനെ കൊളുത്തി വച്ച് അതിലൂടെ ഒഴുകി 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 ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഭക്തിയുടെ രസത്തിൽ നമ്മൾ ആറാടണമെന്നാണ്. വളരെ രസകരമായിരിക്കുന്ന പ്രയോഗമാണ്. മൽഗുണങ്ങൾ, അവിടെയാണ് ഭാഗവത്തിലെ കഥകളെല്ലാം തന്നെ വരുന്നത്. മൽഗുണങ്ങൾ മമലീല എന്നിതുകൾ കേൾക്ക, ചൊൽക. ഇവയാൽ സദാ സ്വർഗ നിമ്നകയിലുള്ള ഒഴുക്കിന് സമാനമായി മൈ മനോഗതം ഭക്തിയായത് തന്നെയാണ് അരിയ മുക്തി സാധകം മുക്തിസാധനവും ഓർക്ക. എന്നിത്തരം കപിലഗാത്രദേവ ജനയിത്രിയോട് അരുളി അത്ര നീ. വളരെ രസകരമായിരിക്കുന്ന പല പല അധ്യായങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന ഏറ്റവും കട്ടിയായിരിക്കുന്ന കപിലഗീത വളരെ സ്വന്തമായിട്ടും സ്വതന്ത്രമായിട്ടും നമുക്ക് ലളിത ഭാഷയിൽ അല്ലെങ്കിൽ ലളിതമായ രീതിയിൽ ഇട്ടു തന്നിരിക്കുകയാണ് ഈ പറയുന്ന നാരായണ ഭട്ടേരിപ്പാട്. എന്നിട്ട് അടുത്തത് അഹഹ ബഹുലഹിംസ സഞ്ജീതാർത്ഥീ കുടുംബം പ്രതിദിനമനുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി നിശതിഹി ഗ്രഹസക്തോ യാതനമയ്യ ഭക്ത കപിലതനുരിത്വം ദേവഹൂതേന ഗാതി. എന്നിൽ ഭക്തി വെടിഞ്ഞവൻ
ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥകളും ആവശ്യകതയൊക്കെ ഊന്നി പറയുക. എന്നിൽ ഭക്തി വെടിഞ്ഞവൻ ബദ പ്രശം ഹിംസാർജിതാർത്ഥങ്ങൾ കൊണ്ട് എന്നും സ്ത്രീജിതനായി കുടുംബഭരണം ചെയ്തിങ് അപത്യപ്രിയൻ. കുട്ടികളെ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചു. അതെല്ലാം തന്നെ ഈ ദാരേഷണ, പുത്രേഷണ, അർദ്ധേഷണ എന്ന് പറയുന്ന ഏഷണത്രയങ്ങളോട് കൂടിയതെന്ന്. അപ്പോൾ കുടുംബത്തിൽ ആസക്തനായി, ബന്ധങ്ങളെല്ലാം തന്നെ ആസക്തനായി, ഹിംസ കൊണ്ട്, അതായത് കൊന്നും കൊല വിളിച്ചും എല്ലാം തന്നെ സമ്പാദിച്ച ആ പണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ധനം കൊണ്ടെല്ലാം തന്നെ ജീവിച്ച് ഭക്തിയെല്ലാം തന്നെ വെടിഞ്ഞിരിക്കുന്നവൻ, എന്നോട് യാതൊരു സ്നേഹവുമില്ല, ഞാനെന്ന് പറയുന്ന ഈശ്വരനോടൊരു പ്രതിപത്തിയുമില്ല, അത്തരത്തിൽ താല്പര്യമില്ലാത്തൊരു ഭാവം, എന്നിൽ ഭക്തി വെടിഞ്ഞവൻ ബദഭൃശം ഹിംസാർജിതാർത്ഥങ്ങൾ കൊണ്ട് എന്നും സ്ത്രീജിതനായി, പെണ്ണിൻ്റെ വശത്ത്, അതേ പ്രകൃതിക്ക് വിധേയനായിട്ട് കുടുംബഭരണം ചെയ്തിങ്ങ് അപത്യപ്രിയൻ, ഈ കുടുംബഭരണമൊക്കെ നടത്തിക്കൊണ്ട് കുട്ടികളൊക്കെ ജനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നവൻ പിന്നെ കഷ്ടതരം മഹാനരകവും പ്രാപിച്ചിടും. ദുഃഖമോട് വളരെ ദുഃഖിച്ച് എല്ലാം കഴിച്ചു കൂട്ടിയിട്ട് ചെന്നു ചേരുന്നോ നരകത്തിലായിരിക്കുമെന്ന് ഭക്തി ഊന്നിപ്പറയുകയാണ്. ഭക്തിയുടെ പല തലങ്ങളാണ്. അത് ഓരോരോ അധ്യായങ്ങൾ വായിക്കുമ്പോൾ കപിലഗീതയിലും ബോധ്യമാകും. അപ്പോൾ ഭക്തി എന്ന് പറയുന്ന പലതരത്തിൽ അവിടെ കാണാം. താമസഭക്തി നിരൂപണം, രാജസഭക്തി നിരൂപണം, ഇതൊക്കെ അവിടെ നമ്മൾ ഈ അധ്യായങ്ങൾ തോറും കടന്നു പോകുമ്പോൾ കാണാം. അതിനെയെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് ഏത് കാര്യമാണോ വ്യക്തമായിട്ട് പറയേണ്ടത് ഭക്തന്മാരുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് ധാരണയുള്ള മേൽപ്പത്ത് വരെ എന്നിൽ ഭക്തി വെടിഞ്ഞവൻ, എന്നോട് ഭക്തിയില്ലാത്തവൻ എന്താ ചെയ്യാൻ പോണവന് കിട്ടാൻ പോകുന്നത്? ബദഭൃശം ഹിംസാർജിതാർത്ഥങ്ങൾ കൊണ്ട്, വളരെ ദ്രോഹിച്ചുണ്ടാക്കിയ ആ അനർത്ഥങ്ങളെ കൊണ്ട് വളരെയേറെ വേണ്ടാത്ത രീതിയിൽ ധനസമ്പാദനം നടത്തിയത് വെച്ച് എന്നും സ്ത്രീജിതനായി, സ്ത്രീകളോട് അമിതമായിട്ടുള്ള താല്പര്യം വെച്ച് പുലർത്തി അവരാൽ ഇങ്ങനെ ഭരിക്കപ്പെടുന്നവനായിട്ട് കുടുംബഭരണം ചെയ്ത് അങ്ങനെ കുട്ടികളെ ജനിപ്പിച്ചിരിക്കുന്നവൻ കഷ്ടതരം മഹാനരകവും പ്രാപിച്ചിടും. ഈ ഇഹലോകത്തിലെ ജീവിതം ഇത്തരത്തിൽ ഭക്തിയില്ലാതെ ഇങ്ങനെ തോന്നിയ പോലെ ഇങ്ങനെ ജീവിച്ച് പ്രകൃതിക്ക് അതീതനാകാതെ, പ്രകൃതി എന്ന് പറഞ്ഞ സ്ത്രീജിതനായിട്ടെല്ലാം തന്നെ ഓരോരോ കാര്യങ്ങൾ നിർവഹിച്ചു പോകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ദുഃഖമോ നരകപദപ്രാപ്തി എന്നും. അപ്പോൾ അത് അരുത് എന്നാണ്. അപ്പോൾ ഏതൊരു സംഗതിയാണ് ആവശ്യം? ഭക്തി സദാ. ആ ഭക്തി എങ്ങനെയായിരിക്കണമെന്ന് ഈ ശ്ലോകങ്ങളിലൂടെ ഇട്ടുവന്നു. ഭക്തി നിഷ്കാമമായിരിക്കണം, നിസ്വാർത്ഥമായിരിക്കണം, നിർഗുണമായിരിക്കണം. ഭക്തി കൊണ്ട് സംഘമെല്ലാം തന്നെ വിട്ടുപോകണം, നിസ്സംഗമായിരിക്കണം. മന്നാദികളെല്ലാം തന്നെ സാധിച്ചുകൊണ്ട് ഭഗവത് കഥകൾ കേട്ടുകൊണ്ട് എല്ലാ തരത്തിലും ശുദ്ധമായിട്ടുള്ള അന്ധകരണത്തിൻ്റെ ഉടമയാകണം. ഇങ്ങനെ ഭഗവാനിലേക്ക് ലയിച്ച ഭഗവാന്റെ രൂപത്തെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഒഴുകുന്ന ഭക്തിയുടെ രസം മുറ്റി നിൽക്കണം. ഇതാണ് ഇതിൻ്റെയൊക്കെ സംഗ്രഹം. വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. യുവതി ജഡരേ. ഇനി ഈ പറയുന്ന ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ജനിച്ചു. യുവതി ജഡര ഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗണിതബോധ പീഡയോല്യംഘബാല്യം പുനരവിപദ മുഖ്യത്യേവത അരുണ്യകാലെ കപിലതനുരിതിത്വം ദേവഹുതേ നഗതി. ആർത്തിയാതന്മാതൃകുക്ഷിസ്ഥിതിയിൽ ഒരു വിധം ബോധമുണ്ടാകില്ലെന്താൻ. അമ്മയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് അല്പം ബോധമൊക്കെ ഉണ്ടായിരുന്നു. അത് കപിലഗീത വായിക്കുമ്പോൾ ഒരു ഭാഗത്ത് ആ ജന്തുരുവാച എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഭാഗത്ത് ഇത് നമ്മൾ വരുന്നുണ്ട്. ആർത്തിയാതന്മാതൃകുക്ഷിസ്ഥിതിയിൽ ഒരുവിധം ബോധമുണ്ടാകിലും, അങ്ങനെ വയറ്റിൽ കിടക്കുന്ന കാലം 270 ദിവസക്കാലം ഗസ്റ്റേഷൻ പീരീഡ്. ആ സമയത്തെല്ലാം തന്നെ അകത്ത് നിന്ന് പുറത്തു വരാനുള്ള ഒരു ബദ്ധപ്പാടിൽ കിടക്കുമ്പോൾ ബോധമൊക്കെ ഉണ്ട് നാരായണ എന്നേ വിളിക്കുകയുള്ളൂ. പലയിടത്തും പല രീതിയിൽ നമ്മുടെ മുൻഗാമികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. രാമായണത്തിൽ സമ്പാദിയുടെ കഥ പറയുമ്പോൾ അവിടെ ഒരു നിശാകരമുനിയെ അവതരിപ്പിച്ചുകൊണ്ട് രാമായണം, അധ്യാത്മരാമായണത്തിലും ഇത്തരത്തിലൊരു കഥ ഈ പറയുന്ന കപിലഗീതയിൽ കാണുന്ന രീതിയിൽ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കടന്നുകൂടിയ ജീവൻ പുറത്തേക്ക് കിടക്കാൻ വെപ്രാളപ്പെടുന്നതും നാരായണനെ അല്ലാതെ മറ്റാരെയും ഭജിക്കുകയില്ല എന്ന് ശപഥം ചെയ്യുന്നതൊക്കെ അവിടെയും കാണാം. ആർത്തിയാതന്മാതൃകുക്ഷിസ്ഥിതിയിൽ ഒരു വിധം ബോധമുണ്ടാകിലും താൻ പേർത്തും പാരിൽ പിറക്കുന്നളവ് അറിവ് നശിച്ചത്രയും ഖേദമോടെ. അകത്തുണ്ടായിരുന്നപ്പോൾ ഏതാണ്ടൊക്കെ ഒരു ബോധം ഉണ്ടായിരുന്നു. അകത്ത് നിന്ന് ജയിലിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഈശ്വര സ്മൃതി ഉണ്ടായിരുന്നു. അതല്ലാതെ മറ്റേ അതൊന്നും വേണ്ടതില്ല അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്ന് കൂടി ഉറപ്പിച്ചാണ് ഇരുന്നത്. അത് പേർത്തും പാലിൽ പിറക്കുന്നളവിൽ ഇതെല്ലാം തന്നെ കഴിച്ചു കൂട്ടിയിട്ട് ഭൂമിയിലേക്ക് ജനിച്ചപ്പോഴോ നശിച്ചത്രയും ഖേദമോടെ അതൊക്കെ പോയി. ബോധം ഈ പറയുന്ന ഗർഭപാത്രത്തിലുണ്ടായിരുന്ന ആ സന്ദർഭത്തിലുണ്ടായിരുന്ന പോലും നശിച്ചു. പ്രകൃതിയിലേക്ക് ഈ പറയുന്ന സംസാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ തീർത്ഥം ബാല്യം ഭ്രമിക്കുന്നിത് പുനരഭിഹാ കൈവരും യൗവനത്തിൽ. അങ്ങനെ ബാല്യം, കൗമാരം, യൗവനം, ജര എന്ന് പറയുന്ന എല്ലാ അവസ്ഥകളും ഇങ്ങനെ തരണം ചെയ്തു പോകുന്ന എന്തെന്നാ ദുഃഖത്തിലേക്കാണ്. ഈശ്വരസ്മൃതിയില്ല. തീർത്ഥം ബാല്യം ഭ്രമിക്കുന്നത് പുനരഭിഹാ കൈവരും യൗവനത്തിൽ
ദൈത്യാരാധേ മുരാരേ കപിലതനുഭവാനമ്മയോടേവമോദീ. ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത് ശങ്കരാചാര്യസ്വാമികളുടെ ഈ ആർദ്രത്രാണപരായണസ ഭഗവാൻ നാരായണോമയഗതി എന്ന് പറയുന്ന പോലെ തന്നെ ഈ ശംഭുവിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഈ പറയുന്ന ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ പൊറുക്കണമെന്ന് പറയുന്ന ഒരു കീർത്തനം ആചാര്യസ്വാമികളുടേതുണ്ട്. അവിടെയും ഗർഭകാലത്ത് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ജനിച്ചു കുമാരകാലയിൽ കൗമാരപ്രായത്തിലും ബാല്യത്തിലും യൗവനത്തിലും ഒക്കെ നമ്മൾ ഈ പറയുന്ന ഈശ്വരസ്മൃതിയിൽ പോയില്ല. അത് ക്ഷമിക്കണം, ക്ഷന്തവ്യോമേ അപരാധ, ശിവ ശിവ ശിവഭോ ശ്രീ മഹാദേവ ശംഭോ എന്ന് അവസാനിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ഇത് കാണാം. അപ്പോൾ ഇവിടെയും ബാല്യം കൗമാരം യൗവനം ഇതെല്ലാം തന്നെ തീർത്തിട്ട് നമ്മൾ വാസ്തവത്തിൽ ഒന്നും നേടുന്നില്ല. പ്രാരബ്ധങ്ങളും ബാധ്യതകളും നിത്യാനിത്യ വിവേകമില്ലാതെ ശുദ്ധമായിട്ടുള്ള അന്ധകരണം നമ്മൾ സൃഷ്ടിക്കാതെ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്താതെ ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന രീതിയിൽ ധ്യാനാത്മകത സമ്പാദിക്കാതെ ഈ നിർഗുണ സഗുണ ഭാവങ്ങളെപ്പറ്റി വേർതിരിച്ച് അറിവില്ലാതെ നമ്മൾ എന്തിന് ജനിച്ചു എന്നുള്ള ബോധമില്ലാതെ ശരീരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രകൃതിക്ക് അതീതമായിട്ടുള്ള ജീവൻ്റെ ഗതിയെ നമ്മൾ സാധിക്കാതെ പോകുന്നു എന്ന് ഇതെല്ലാം തന്നെ കപിലഗീതയിൽ ഓരോരോ അധ്യായങ്ങളെ വിശദമായിട്ട് വന്നത് ഇവിടെ ചുരുക്കി അദ്ദേഹം ഇട്ടു തന്നു. 8ാമത്തെ ശ്ലോകം അദ്ദേഹത്തിൻ്റേത്. പിതൃസുരഗണയായേ ധർമ്മ ധാർമ്മികോയോ ഗ്രഹസ്ഥ സജ നിപതതി കാലേ ദക്ഷിണാധ്വോപഗാമി കൈ നിഹിതകാമം കർമ്മദുഗ്ധവാർദ്ധം കപിലതനുരിതിത്വം ദേവഹുതൈ. സൽക്കർമ്മം പൂണ്ട് നിത്യം പിതൃസുരയജനം ചെയ്തു വാഴും ഗൃഹസ്ഥൻ. അപ്പോൾ ഒരു ഗൃഹസ്ഥനായി കഴിഞ്ഞാൽ അയാൾക്ക് ചില ധർമാനുഷ്ഠാനങ്ങളുണ്ട്. അതാണ് സൽക്കർമ്മം. സൽക്കർമ്മം ചെയ്യുക, സദ്ധർമ്മം, അതെല്ലാം പൂണ്ട് നിത്യം പിതൃസുരയജനം ചെയ്ത് പിതൃക്കൾക്ക് വേണ്ടത് പിതൃദേവോഭവ, ദേവന്മാർക്ക് വേണ്ടത് ദേവന്മാരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പിതൃസുരയജനം ചെയ്തു വാഴും, യജനം ചെയ്തു വാഴും ഗൃഹസ്ഥൻ മാർഗം ധൂമാദ്യമാർന്ന് അങ്ങനെ ഗതനത വീഴുന്നു പുണ്യക്ഷയത്തിൽ. അപ്പോൾ ഇവിടെയും നമ്മൾ വേദോക്തമായിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പിതൃയജ്ഞവും അതുപോലെ ദേവയജ്ഞവും, അതായത് പിതൃയാനം ദേവയാനം എന്ന് പറയുന്ന 2 യാത്ര, ദക്ഷിണായനവും ഉത്തരായനവും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോവും, തിരിച്ചു വീഴും. അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ നരകത്തിൽ പോവും. അതങ്ങനെ ഏതായാലും കർമ്മം നിഷ്കാമമായി താൻ മയി സകലവും അർപ്പിക്ക മോക്ഷം ലഭിപ്പാൻ. അപ്പോൾ വേദോക്തമായിരിക്കുന്ന കർമ്മങ്ങളോ അല്ലെങ്കിൽ നമ്മളിൽ അർപ്പിതമായിരിക്കുന്ന ധർമ്മമോ അനുഷ്ഠിക്കുമ്പോൾ എന്താണ് ഉദാത്തം, ഏറ്റവും ശ്രേഷ്ഠമായത് എന്ത് എന്നിവിടെ പറയുന്നുണ്ട്. കർമ്മം നിഷ്കാമമായി താൻ, യാതൊരു ആഗ്രഹവുമില്ലാതെ കർമ്മം ചെയ്യുക. മൈ സകലവും അർപ്പിക്ക മോക്ഷം ലഭിപ്പാൻ, എന്നിൽ സകലതും സമർപ്പിച്ചുകൊണ്ട് നിഷ്കാമകർമ്മം ചെയ്യാനായിട്ടുള്ള ഉപദേശവും കൂടി കൊടുത്തു. ഇവിടെ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ പലതും ചെയ്യുന്നുണ്ട്, അതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. നാരായണ ഭട്ടതിരിപ്പാട് ഏതൊരു കപിലനാണോ ഇതെല്ലാം തന്നെ പാടിത്തന്നത് അതിനെ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നു. ഈ 8ാമത്തെ ശ്ലോകത്തിൽ കർമ്മം നിഷ്കാമമായി താൻ മൈ സകലവും അർപ്പിക്ക മോക്ഷം ലഭിപ്പാൻ. നമുക്ക് മോക്ഷമാണ് വേണ്ടത്, പരമപുരുഷാർത്ഥം എന്ന് പറയുന്ന ജീവൻ്റെ ഗതിയെ അത് ലഭിക്കാനാണ് ശരീരമെങ്കിൽ ആ സാധനയുടെ സമ്പന്നത അത് ലഭിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് വേണം? കർമ്മം നിഷ്കാമമായി താൻ മൈ സകലവും അർപ്പിക്ക, എന്നിൽ തന്നെ സകലതും സമർപ്പിച്ചുകൊണ്ട് യജ്ഞം ചെയ്യുക, മോക്ഷം ലഭിപ്പാൻ സമ്മോദത്തോട് ശൗരേ കപിലതനുരു ഭഗവാനമ്മയോടേവമോദീ. ഇതാണ് കപിലഗീതയുടെ 8 ശ്ലോകങ്ങളെ കൊണ്ടുള്ള സംഗ്രഹം. എന്നിട്ട് പറയുകയാണ്, ഇതി സുവിദിത വേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുദീമനുഗ്രഹത്വം ഗതോ യോഗിസംഗൈ വിമലമതിരഥസോ ഭക്തിയോഗേന മുക്ത ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം കിഴക്കേ ദിക്കിലേക്ക് പോയി എന്നും. ഏതായാലും 8 ശ്ലോകങ്ങൾ, ഒരു ദശകത്തിൽ 10 ശ്ലോകങ്ങളുണ്ട് എങ്കിൽ തന്നെ ഈ കപിലഗീത ഒരു സമ്പൂർണ്ണമായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കാൻ തുനിയാതെ അതിൻ്റെ ക്രക്സ്, അതിൻ്റെ സാരം ഇന്നത് എന്നിങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് 8 ശ്ലോകങ്ങളെ കൊണ്ട് അദ്ദേഹം അതിനെ നമുക്ക് ഇട്ടു തന്നതാണ് നമ്മൾ ശ്രമിച്ചത്. നമ്മുടെ പ്രധാന ഉദ്ദേശം ഭാഗവത്തിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. ഏതായാലും ഭാഗവതത്തിലെ കപിലാവതാരം കഴിഞ്ഞിട്ട് ദേവഭൂതിയുമായിട്ടുള്ള സംവാദം നമുക്ക് അടുത്ത ഈ പറയുന്ന ദിവസം വായിച്ചല്ലെങ്കിൽ പഠിച്ചറിയാനുള്ളതിന് ഒരു മുഖവുര പോലെ ഇത് കിട്ടി. ഇത്തം തത്വമറിഞ്ഞ നിന്നെ വഴിപോൽ വാഴ്ത്തുന്ന മാതാവിനെ പ്രീത്യാപാരമനുഗ്രഹിച്ച് മുനിമാരോടും ഗമിച്ചാൻ ഭവാൻ ഭക്ത്യാമോക്ഷമിയെന്ന് ശുദ്ധ ഇവളും ഭൂമൻ ഭവാൻ ഇപ്പോഴും ഭക്തന്മാർക്ക്
കിഴക്കുതീജിയിൽ വസിക്കുന്നു ഹിതം നൽകുവാൻ. അപ്പോൾ ചിരഞ്ജീവിയായിട്ടും ഒരിക്കലും ഒരു മരണമില്ലാത്ത രീതിയിൽ അങ്ങ് ഈ കപില ഭഗവാന്റെ വേഷത്തിൽ, കപില ഭഗവാന്റെ അവതാര സ്വരൂപത്തിൽ അങ്ങ് ഇപ്പോഴും കിഴക്ക് ദിക്കിൽ ഇങ്ങനെ വസിക്കുന്നു. അമ്മയ്ക്ക് കൊടുത്ത ഉപദേശങ്ങൾ കൊണ്ട് അമ്മയെ അനുഗ്രഹിച്ച് മോക്ഷപ്രാപ്തി അരുളുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ദശകം അങ്ങനെ അവസാനിപ്പിക്കാൻ തുനിയുന്നത്. എല്ലാ തരത്തിലും ശക്തമായിരിക്കുന്ന ആ 10ാമത്തെ ശ്ലോകം കൂടി വരുമ്പോൾ പരമകിമു ബഹുത്വാത്പദാംഭോജഭക്തി സകല ഭയവിനേത്രം സർവകാമോപനേത്രം വദസി ഖലോ ദൃഢത്വം തദ്വിധൂയമയാന്മേ ഗുരുപവനപുരേശ ത്വയുപാധൽസ്യ ഭക്തിയോ നാഥ കിം ബഹുനാ തവാഘ്രികമലേ വർദ്ധിച്ചെഴും ഭക്തി ഇങ്ങാതങ്കങ്ങൾ കളഞ്ഞ് അഭീഷ്ടമകലം നൽകുന്നതാണെന്നഹോ. ഗുരുവായൂരപ്പനോട് 10ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ ചോദിക്കുകയാണ് പട്ടേരിപ്പാട്. നാഥ കിം ബഹുനാ തവാഘ്രികമലേ വർദ്ധിച്ച് എഴും ഭക്തി ഇങ്ങാതങ്കങ്ങൾ, ഈ ദുഃഖങ്ങളെല്ലാം കളഞ്ഞ് അഭീഷ്ടമഖിലം നൽകുന്നതാണ് എന്നഹോ. ഈ പറയുന്ന ദശകത്തിൽ മുഴുവൻ ഭക്തിയുടെ സാന്ദ്രമായിരിക്കുന്നൊരവസ്ഥയാണ്. ഭക്തി കൊണ്ട് നേടേണ്ട നേട്ടങ്ങളാണ്, ഭക്തിയിലൂടെ കടന്ന് കയറേണ്ട രീതികളാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഭക്തി പലതരത്തിൽ ഭാഗവതത്തിൽ ഒടുവിൽ, തൃതീയ സ്കന്ധത്തിൻ്റെ ഒടുവിൽ പറയുന്നത് അത് സവിസ്തരം നമുക്ക് അടുത്ത ഈ ദിവസം മുതൽ നോക്കാൻ സാധിക്കും. എന്നിട്ട് പറയുകയാണ്, നീ താനേ പറയുന്നു നൂനമതിനാൽ ദുഃഖങ്ങളെ തീർത്തുടൻ വാതാകാരപതേ വിഭോ തരികമേ ത്വൽപാദസൽഭക്തിയേ. നീ താനേ പറയുന്നു നൂനം, അതിനാൽ ദുഃഖങ്ങളെ തീർത്തുടൻ, എല്ലാത്തരം ഈ ഭൗതിക ദുഃഖങ്ങൾ, സംസാര ദുഃഖങ്ങളൊക്കെ തീർത്ത് രക്ഷിക്കാനായിട്ട് വാതാകാരപതേ, അല്ലയോ ഗുരുവായൂരേശ, വിഭോ തരികമേ ത്വൽപാദസൽഭക്തിയേ, അങ്ങയിലുള്ള ഉദാത്തമായിട്ടുള്ള ഭക്തിയെ ഞങ്ങൾക്ക് നൽകണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വാസ്തവത്തിൽ ഇത് എന്തുകൊണ്ട് ഇവിടെ ഇത്തരത്തിൽ വായിച്ചു അവതരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഇതൊരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് കൂടി പോയാൽ നമ്മൾ നാരായണീയ പാരായണം നടത്തുമ്പോഴും ധൃതിയിൽ ഇതെല്ലാം വായിച്ചു തീർക്കുമ്പോഴും അതിലടങ്ങിയിരിക്കുന്ന അന്തസത്ത അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം കപിലഗീത വളരെ ബൃഹത്തായിരിക്കുന്ന തൃതീയസ്കന്ധത്തിലെ അവസാനത്തെ ഭാഗമാണ്. പക്ഷേ അതെല്ലാം തന്നെ ഒരു ദശകത്തിൽ, അതും വെറും 8 ശ്ലോകത്തിൽ ഇങ്ങനെ ഒതുക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഗംഭീരമായിരിക്കുന്ന ഒരവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകും. എങ്കിൽ തന്നെ ഒരു കാര്യം ഇവിടെ ഉറപ്പിക്കാം, ഭക്തി നിതാന്തവും നിത്യവുമായിരിക്കുന്ന ഭക്തി. ഒന്നുകൂടി ഇവിടെ നമ്മൾ തറപ്പിച്ചു പറയണം, ഏതൊരു നാരദരാണോ ഭക്തിയുടെ മൂർത്തിയോത്ഭാവമായിട്ടുള്ള അദ്ദേഹം ഉപദേശ ഭാഗവതത്തിലാണ് വാസ്തവത്തിൽ ഇതെല്ലാം തന്നെ കടന്നു വരുന്നത്. ഇതെല്ലാം എഴുതിയതും വേദവ്യാസനാണ്. അപ്പോൾ നാരദൻ പറഞ്ഞു കൊടുത്ത ഭക്തി, നാരദൻ പറഞ്ഞു കൊടുത്ത ഭാഗവതം, ഇതെല്ലാം തന്നെ കേട്ട് അതിനെയെല്ലാം തന്നെ പഠിച്ച് മന്നം ചെയ്ത് ധ്യാനനിമഗ്നമായിട്ടുള്ള അവസ്ഥയിൽ അദ്ദേഹം കണ്ടത് എഴുതി പിടിപ്പിച്ച ഈ ഭാഗവതത്തിൽ, ഈ തൃതീയ സ്കന്ധത്തിൽ സർഗം എന്ന് പറയുന്ന ലീലകൾ ഉൾക്കൊള്ളുന്ന ആ തൃതീയ സ്കന്ധത്തിൽ ഇതാ കപിലൻ്റെ ഗീത വളരെ ചുരുക്കി നമ്മൾ നാരായണീയത്തിലൂടെ കടന്ന് അല്പനേരം പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവിടെ തൽക്കാലം ഇതിൽ നിന്ന് വിരമിക്കുന്നു എങ്കിൽ കൂടി നമ്മൾ ഈ പറയുന്ന തൃതീയ സ്കന്ധത്തിലെ കപിലാവതാരം മുതൽക്ക് ആ ഭാഗങ്ങളെല്ലാം തന്നെ ശക്തമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് ഒന്നുകൂടി ശ്രമിക്കണം. അവിടെ വേറെ അനവധി കാര്യങ്ങൾ കടത്തിക്കൊണ്ട് പോരുന്നുണ്ട്. സാക്ഷാൽ ജഗദീശ്വരനായിരിക്കുന്ന കപിലവാസുദേവൻ, പരമഹംസന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന അദ്ദേഹത്തെ കൊണ്ട് ഭാഗവതം തുടങ്ങുന്നു എന്ന് പറയാം. അപ്പോൾ ഭാഗവതത്തിൽ പ്രഥമ പരമഹംസൻ ആരെയെന്ന് ചോദിച്ചാൽ കപിലൻ തന്നെയാണ്. തുടർന്ന് പല പരമഹംസന്മാർ ഇങ്ങനെ വരുന്നതിൻ്റെ കൂട്ടത്തിൽ നാന്ദി കുറിച്ചുകൊണ്ട് ആ ട്രെയിൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശൃംഖലയിൽ ആദ്യത്തെ കണ്ണി ഭഗവാൻ കപിലൻ തന്നെയാണ്. അദ്ദേഹം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഭാഗവതത്തിലൂടെ കപിലഗീത ഒന്ന് പരിശോധിക്കാനും പഠിക്കാനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.